ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവി അനിശ്ചിതത്വത്തിൽ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ 2025-26 കലണ്ടറിൽ നിന്ന് ISL ഒഴിവാക്കി. ISL ഉൾപ്പെടാതെയുള്ള വാർഷിക കലണ്ടറാണ് AIFF പുറത്തിറക്കിയത്. രാജ്യത്തെ ടോപ്പ് ഫുട്ബോൾ ലീഗായ ISLനെ ഒഴിവാക്കിക്കൊണ്ടുള്ള AIFF കലണ്ടർ പുറത്തുവന്നതോടെയാണ് ചർച്ചകൾക്ക് തുടക്കമായത്. AIFF പുറത്തിറക്കിയ 2025-26 കാലയളവിലെ മത്സര കലണ്ടറിൽ ISL ഇല്ല. ഇതോടെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാവിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത്. ISLന്റെ നടത്തിപ്പുകാരായ റിലയൻസ് സ്റ്റാർ ഗ്രൂപ്പിന്റെ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റ് ലിമിറ്റഡും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായുള്ള 15 വർഷ കരാർ 2025 അവസാനിക്കുന്നതിനിടെയാണിത്. കരാർ സംബന്ധിച്ച മാസ്റ്റർ റൈറ്റ് എഗ്രിമെന്റിൽ വ്യക്തത വരുത്താതെ ISL തുടരാനാകില്ലെന്നാണ് റിപ്പോർട്ട്. 2010 FSDL AIFFുമായി കരാർ ഒപ്പിട്ടത്. ഇതുപ്രകാരം പ്രതിവർഷം 50 കോടി രൂപയോ ആകെ വരുമാനത്തിൽ 20%, ഇതിലേതാണോ കൂടുതലുള്ളത് അത് ഫെഡറേഷന് FSDL നൽകണം. ഈ കരാറാണ് ഡിസംബറോടെ അവസാനിക്കുന്നത്. തുടർ കരാറിന്റെ കാര്യത്തിൽ വ്യക്തത വരുന്നതുവരെ ISL തുടങ്ങാനാവില്ലെന്ന് FSDL ഉദ്യോഗസ്ഥർ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇതിനു പുറമെ AIFFന്റെ പുതിയ ഭരണഘടന സംബന്ധിച്ച് സുപ്രീം കോടതി വിധി വരാത്തതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.